നമസ്കാരം, ഞാൻ രാഹുൽ വാണിയമ്പാറ. പ്രിയ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് കണ്ണമ്പ്ര പഞ്ചായത്തിലാണ്. ഇവിടെ ഒരു കൂട്ടം ഡ്രൈവേഴ്സ് ആൻഡ് ഫ്രണ്ട്സ്, അതായത് ഡ്രൈവേഴ്സ് ആൻഡ് ഫ്രണ്ട്സ് എന്ന പേര് നൽകിക്കൊണ്ട് ഇവിടുത്തെ ഡ്രൈവർമാരൊരു വലിയൊരു സൗഹൃദം തീർത്തിരിക്കുകയാണ്. ഒരു നാട് മുഴുവൻ ഓണസദ്യ നൽകുകയാണ്. അതുപോലെ തന്നെ ഓണാഘോഷങ്ങളും 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഓണാഘോഷ പരിപാടി നടത്തുകയാണ്. അതിൻ്റെ വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവർ വർഷങ്ങളായി ഈ ഒരു പ്രവർത്തനം ചെയ്യുന്നു. ഈ നാട്ടിൽ ഇന്ന് മുഴുവൻ ആഘോഷമാണ്, അതായത് പൊതു സദ്യയായിട്ട് നടത്തുകയാണ്. അപ്പോൾ ആ ഒരു ആഘോഷത്തിലേക്ക് നമുക്ക് പോകാം. അതിൻ്റെ ഭാരവാഹികൾ എന്താണ് പറയുന്നതെന്ന് നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. എന്തായാലും അല്ലേ, നമ്മൾ കേരളീയരുടെ ഒരു ഉത്സവമാണ്. എല്ലാവരും ജാതി മത വ്യത്യാസമില്ലാതെ ആഘോഷിക്കുന്ന ഈ ഒരു ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ എത്ര വർഷമായി ഇതുപോലൊരു പ്രവർത്തനം ചെയ്യും? നമ്മളിപ്പോൾ നമ്മളുടെ ആശോട്ടിനോട് ചോദിച്ചാൽ ഒരു 7 വർഷത്തോളമായി നമ്മൾ ഈ വിപുലമായിട്ടുള്ള ഓണാഘോഷം 2018 മുതൽ തുടങ്ങിയതാണ്. 2018 മുതൽ എല്ലാ സമയത്ത് തുടങ്ങിയതാണ് അല്ലേ? ഇപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതിപ്പോൾ അത്തസദ്യ, അത് കഴിഞ്ഞാൽ 10 ദിവസം പൂക്കളും ഉണ്ടാവും. അത്തസദ്യ എത്ര ആളുകൾക്കാണ്? നമ്മൾക്ക് ഒരു 1300. അതായത് ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും. ഇതിപ്പോൾ ഇന്ന് കൂടുതൽ സൺഡേ ആയതുകൊണ്ട് കണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. അതെ. പിന്നെ എന്തൊക്കെ ഓണാഘോഷ പരിപാടികളാണ് നടത്തുന്നത്? ഓണ ദിവസം കുട്ടികളുടെ പരിപാടി, പിന്നെ സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ്, പിന്നെ നമ്മൾ ശിവരാത്രി പ്രോഗ്രാം ചെയ്യാറുണ്ട്. അതുകൊണ്ട് വാർഷികവും കൂടി അതിനോടൊപ്പം തന്നെ വാർഷികവും. ഈ ഒരു ആശയത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ആരൊക്കെയാണ്? അതായത് ഡ്രൈവേഴ്സ് ആണെന്ന് അറിഞ്ഞു, അതിൻ്റെ ഒപ്പം തന്നെ ഇവിടുത്തെ ഞങ്ങളുടെ കൂടെ നാട്ടുകാരും ഉണ്ട്. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് വയസ്സായിട്ടുള്ള ആൾക്കാരും റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാരും അങ്ങനെയുള്ള കുറച്ച് നാട്ടുകാരും എല്ലാവരും കൂട്ടിയിട്ടുള്ളതാണ് ഞങ്ങളുടെ ഈ ഒരു ശരിക്കും നാടിൻ്റെ ഒരു ഒത്തൊരുമ തന്നെയാണ്. അറിയാലോ, തീർച്ചയായും മനസ്സിലാക്കുന്നുണ്ട്. ഓരോ വർഷവും കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ. അതെ. പിന്നെ പ്രളയ സമയത്ത് നമ്മൾ കുറേ കോവിഡ് കിറ്റുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് മാത്രമല്ല, ഞങ്ങൾ പിന്നെ ക്യാമ്പ് നടത്താറുണ്ട്. കണ്ണൻ്റെ അഹല്യയിൽ വെച്ചിട്ടുള്ള പരിപാടികളൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ക്യാമ്പ് നടത്താറുണ്ട്. കൊറോണ സമയത്ത് ഞങ്ങൾ എത്ര സുനേട്ടാ, ഒരു 50 വീടാ? 100 വീടിന് താഴെയായിട്ട് ഞങ്ങളെ കൊണ്ടാകുന്ന രീതിയിലുള്ള കിറ്റുകൾ സംഘടിപ്പിച്ചും, അതുപോലെ തന്നെ ഇതിൽ നമ്മളുടെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓട്ടോ ഡ്രൈവേഴ്സും അതുപോലെ കുറച്ച് പ്രൈവറ്റുള്ള ആളുകളൊക്കെയാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമ്മളുടെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സൗഹാർദ്ദം, അതായത് വലിയവനോ ചെറിയവനോ ആയിക്കോട്ടെ, ഓണം എന്നത് തുല്യമാണ്. ഉള്ളവനും ഇല്ലാത്തവനും ഒരുമിച്ചിരുന്ന് ഓണം ഉണ്ണുക എന്നുള്ളതാണ് നമ്മളുടെ ഇതിൻ്റെ തത്വം. ആ ഒരു രീതി വെച്ചിട്ടാണ് നമ്മളിത് സംഘടിപ്പിച്ചിരിക്കുന്നത്. വളരെ സന്തോഷപൂർവ്വം പോകുന്നുണ്ട്. നമ്മൾക്ക് നാട്ടുകാരുടെ നല്ല സഹായമുണ്ട്. എന്താവശ്യത്തിനും പോയി ചോദിച്ചാലും നമ്മളുടെ പ്രദേശവാസികൾ ഞങ്ങൾക്ക് ഒരുപടി മുന്നിലാണ് എല്ലാ കാര്യങ്ങൾക്കും. അപ്പോൾ അവരുടെ ആ സന്തോഷത്തിൽ പങ്കുചേരാൻ വേണ്ടി ഞങ്ങളതിലൂടെ പ്രവർത്തിക്കുന്നു. ഈ പ്രവർത്തിക്കുന്നതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ആത്മാഭിമാനമുണ്ട്. നാട്ടിലാണെങ്കിലും ഞങ്ങളെക്കുറിച്ച് നല്ല അഭിപ്രായത്തിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കും. എന്തായാലും ഈ ഒരു കാര്യം നിലനിൽക്കാൻ കഴിയട്ടെ. ഒരു സൗഹൃദം നിലനിൽക്കുക എന്നുള്ളത്, അതായത് അംഗീകരിക്കുക, പരസ്പരം അംഗീകരിക്കുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ കാര്യമാണ്. ഈ പുതിയൊരു കാലഘട്ടത്തിൽ ജാതി മത വ്യത്യാസമില്ലാതെ, അതായത് സാമ്പത്തിക വ്യത്യാസമില്ലാതെ ഒത്തുചേരുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. നിങ്ങളുടെ ഈ ഒരു കൂട്ടായ്മ വലുതാകട്ടെ, പടർന്ന് പന്തലിക്കട്ടെ. എല്ലാവിധ ആശംസകളും നമ്മുടെ ചാനലിൻ്റെ പേരിലും അറിയിക്കുകയാണ്. നമ്മളുടെ ഈ ഓണത്തപ്പൻ നമ്മളുടെ ഇവിടെ രാജാട്ടം പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു പോയി. അദ്ദേഹമാണ് ഇതിൻ്റെ രൂപകൽപ്പന ചെയ്ത് വരുന്നത്. അത് അളവിൽ മാറ്റം വരുത്താതെയാണ് ഞങ്ങൾ ഇപ്പോഴും നിർമ്മിക്കുന്നത്. അദ്ദേഹം ചെയ്തു തന്ന അതേ അളവിലുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തെയും ഈ വേദിയിൽ നമ്മൾ മനസ്സുകൊണ്ട് അദ്ദേഹത്തിന് ദീർഘശാന്തി കിട്ടട്ടെ, നിത്യശാന്തി കിട്ടട്ടെ. കണ്ണമ്പ്ര പഞ്ചായത്തിൽ നാട്ടുകല്ലേ? കണ്ണമ്പ്ര പഞ്ചായത്ത് 2ാം വില്ലേജ്, നാട്ടുകൽ, മഞ്ഞപ്ര. പ്രിയ സുഹൃത്തുക്കളെ, നമ്മളുടെ ഈ പ്രോഗ്രാമുകൾ, ശിവരാത്രി പ്രോഗ്രാം ആയിക്കോട്ടെ, അത്തസദ്യ ആയിക്കോട്ടെ, ഓണാഘോഷം ആയിക്കോട്ടെ, ഡ്രൈവേഴ്സ് ആൻഡ് ഫ്രണ്ട്സിൻ്റെ ഏത് പ്രോഗ്രാം ചെയ്യുകയാണെങ്കിലും ഞങ്ങളുടെ കൂടെയില്ല വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകളടക്കം ഞങ്ങൾക്ക് അവരെ കൊണ്ടാകുന്ന രീതിയിൽ ഞങ്ങൾക്ക് ഇപ്പോൾ സഹായങ്ങൾ ചെയ്ത് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെയും ഈ വേദിയിൽ നമ്മൾ നന്ദി അറിയിക്കുകയാണ്. തീർച്ചയായും നമ്മൾ ഇന്ന് കണ്ട വാർത്ത മഞ്ഞപ്രയിൽ, അതായത് കണ്ണമ്പ്ര പഞ്ചായത്തിൽ മഞ്ഞപ്ര നാട്ടുകൽ എന്ന പ്രദേശത്താണ്. ഒരു സൗഹൃദത്തിൻ്റെ വലയം തന്നെ തീർത്തിരിക്കുകയാണ്. ഒരു നാടിന് മുഴുവൻ സദ്യ കൊടുക്കുക എന്നുള്ളൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് കുറച്ച് ആളുകളോടുകൂടി ചോദിക്കാം അല്ലേ ഇവരൊരു പ്രവർത്തന രീതിയൊക്കെ. ഇതിപ്പോൾ എല്ലാവർക്കും അന്നദാനം
ഉഷാറല്ലേ അതല്ലേ പരിപാടി. പിന്നെ ഫ്രണ്ട്സ് പറയുമ്പോൾ അതിൻ്റെതായ അവര് കൂട്ടായ്മയോട് കൂടി ചെയ്യാൻ തുടങ്ങിയിട്ട് നല്ല പരിപാടിയാണത്. അതല്ലേ ആ. എല്ലാ കൊല്ലവും വരാറുണ്ടോ? എല്ലാ അവരിപ്പോ 3-4 വർഷമായി അതിൽ പങ്കെടുക്കാറുണ്ടോ? പങ്കെടുക്കാറുണ്ട്. ഇത് നല്ലൊരു കാര്യമല്ലേ, നല്ലൊരു കാര്യം. എപ്പോഴും എല്ലാ കൊല്ലവും വരാറുണ്ട്, എല്ലാ കൊല്ലവും ഉണ്ടാവും. നല്ല അത്തം ദിവസവും അങ്ങനെ അവിടെ സദ്യ നടത്തുന്നത് നല്ലൊരു കാര്യമല്ലേ. ജനങ്ങൾക്ക് എല്ലാവരും ഉത്സവ അന്തരീക്ഷത്തിൻ്റെ തുടക്കമാണല്ലോ. അതല്ലേ നല്ലത്. പങ്കെടുക്കാറുണ്ടോ? ഈ ഓണം കഴിയുന്നത് വരെ എല്ലാ പരിപാടികളിലും കൂടെ പങ്കെടുക്കാറുണ്ട് അല്ലേ? പിന്നെ ജോലിയായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ പോണ സമയത്ത് എൻ്റെ ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് സുകേഷ്. ഓക്കെ. നമ്മളിപ്പം ഗുരുവായൂരപ്പൻ ചേട്ടനുണ്ട്. ഈ സദ്യ നേതൃത്വം വഹിക്കുന്നതാണല്ലേ? ഗൗരി കാറ്ററിംഗ് അഞ്ചുമൂർത്തി മംഗലം. 10-18 കൊല്ലമായിട്ട് അവിടെ കാറ്ററിംഗ് ചെയ്യുന്നുണ്ട്. ഇവിടെ തുടർച്ചയായിട്ട് നാളായിട്ടുണ്ട്. തുടർച്ചയായിട്ട് 5ാമത്തെ കൊല്ലം ഇവിടെ. ഏകദേശം എത്ര പേർക്കൊക്കെയാണ് ഇപ്പോൾ ഇവിടെ വെക്കാറ്? ഒരു 1500 പേര് നമ്മൾ കരുതിയിട്ടുണ്ട്. അതിന് മീതെ ആൾക്കാർ വന്നാലും കൊടുക്കും. അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം ഉണ്ട്. ഇതൊരു സഹകരണമായിട്ട് നടത്തുന്ന ഒരു ഇവരുടെ ഫ്രണ്ട്സിൻ്റെ ഒരു പരിപാടിയാണ്. അതുപോലെ അവരും വരുന്നവർക്ക് വളരെ ചിരിച്ച മുഖത്തോടുകൂടി വളരെ വിനയപൂർവ്വം എല്ലാവർക്കും ഭക്ഷണം കൊടുത്ത് അവരൊക്കെ തൃപ്തിയായിട്ട് അയക്കേണ്ടവർ. എല്ലാ നാട്ടിലും ഒരു മാതൃകയാക്കേണ്ട ഒരു പ്രവർത്തനം കൂടിയാണല്ലേ അവർ ചെയ്യുന്നത്? അതെ. മാത്രമല്ല നമ്മൾ കൊടുക്കുന്ന ഭക്ഷണവും അത്രയും ക്വാളിറ്റിയുള്ള ഭക്ഷണമാണ്. ഒരു ഇതുമില്ല. അന്നദാനമുള്ള പറഞ്ഞ് വളരെ ഇതായിട്ടുള്ള നല്ല ഭക്ഷണം. എല്ലാവിധ കറികളും, പൈനാപ്പിൾ പച്ചടി, കൂട്ടുകറി, അവിയൽ, ഓലൻ, തോരൻ, അച്ചാർ, പുളിയിഞ്ചി, പപ്പടം, ശർക്കര ഉപ്പേരി, നാലുപ്പേരി, സാമ്പാർ, രസം, മോര്, ഗോതമ്പ് പായസം. സദ്യയോടുകൂടി ഓണത്തിന് ഗംഭീരവും ഇപ്രാവശ്യം ഗംഭീരമാണ്. എല്ലാവർക്കും നമ്മുടെ ഓണാശംസകൾ നേരുന്നു. താങ്ക് യു. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മളിന്ന് കണ്ട ഒരു സന്തോഷ വാർത്ത, പാലക്കാട് ജില്ലയിലെ കണ്ണമ്പ്ര പഞ്ചായത്തിലെ നാട്ടുകൽ എന്ന പ്രദേശത്താണ് ഡ്രൈവേഴ്സ് ആൻഡ് ഫ്രണ്ട്സ് എന്ന പേരിട്ടിട്ട് അവരൊരു നാട് മുഴുവൻ സദ്യ നൽകുകയാണ്. ഇവരൊരു ഗ്യാങ്. വലിയൊരു ചിലവ് വരുന്നൊരു പദ്ധതി തന്നെയാണ്, ഓണാഘോഷം തന്നെയാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, ഇപ്പോൾ കുറച്ച് വർഷങ്ങളായി, 7-8 വർഷങ്ങളായി ഇത് നിരന്തരം ചെയ്യുന്നു. എന്തായാലും ആശംസകൾ. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്, അതല്ലെങ്കിൽ നമ്മളൊക്കെ സ്വീകരിക്കേണ്ട ഒരു ഒത്തൊരുമ എന്നുള്ളത് പല സ്ഥലത്തും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വളരെ സൗഹൃദപരമായിട്ടൊരു നാട് മുഴുവൻ ഒന്നിച്ചിരുന്ന് സദ്യ കഴിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഭാരവാഹികൾക്ക് ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ്. എല്ലാവരും സൗഹൃദത്തിൽ വന്നു നിന്ന് ഭക്ഷണം കഴിക്കാൻ കാത്തു നിൽക്കുകയാണ്. എന്തായാലും ഇവരുടെ ഈ ഒരു സൗഹൃദം വളരട്ടെ. എല്ലാവിധ ആശംസകളും നമ്മൾ അറിയിക്കുകയാണ്. ഇതുപോലുള്ള വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നിങ്ങൾക്ക് മുന്നിലുണ്ടാവും. നമ്മുടെ ചാനൽ ഇതുവരെ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക. നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം.